മൊബൈൽ ഫോണിൻ്റെ റീചാർജ് നിരക്കുകളൊക്കെ ഇങ്ങനെ കൂടി വരികയാണ്. ഈ ഒരു സാഹചര്യത്തിൽ 200 രൂപയിൽ താഴെ ചെയ്യാൻ പറ്റുന്ന അൺലിമിറ്റഡ് പ്ലാനുകളെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. 200 രൂപയിൽ താഴെയുള്ള ജിയോയുടെ അൺലിമിറ്റഡ് പ്ലാനുകളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. പ്ലാൻ 189. 189 രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത് 28 ദിവസമാണ്. 28 ദിവസവും നമുക്ക് അൺലിമിറ്റഡ് കോളുകൾ ലഭിക്കും. അതിനോടൊപ്പം നമുക്ക് 2 GB ഡേറ്റയാണ് ലഭിക്കുന്നത്. 300 SMS മാത്രമാണ് ഈ ഒരു പ്ലാനിനൊപ്പം ഉള്ളത്. ഈ 2 GB ഡേറ്റ എന്ന് പറഞ്ഞാൽ പെർ ഡേ ലഭിക്കുന്നതല്ല, ആകെ 28 ദിവസത്തേനും കൂടി നമുക്ക് ലഭിക്കുന്നത് 2 GB ഡേറ്റയാണ്. ജിയോയുടെ പ്ലാൻ 198. ഈ 198 എന്ന് പറയുന്നത് ഒരു 5G അൺലിമിറ്റഡ് നൽകുന്ന പ്ലാനാണ്. ഇതിനോടൊപ്പം തന്നെ അൺലിമിറ്റഡ് കോളുകൾ വരും. 2 GB ഡേറ്റ വെച്ച് ഓരോ ദിവസവും ലഭിക്കും. ഓരോ ദിവസവും 100 SMS വെച്ച് ലഭിക്കും. ഇതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 14 ദിവസമാണ്. 14 ദിവസമാണ് ഈ പാക്ക് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ 14 ദിവസവും നമുക്ക് 5G അൺലിമിറ്റഡ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയും സാധിക്കും. 200-ൽ താഴെയുള്ള എയർടെല്ലിൻ്റെ അൺലിമിറ്റഡ് പ്ലാനുകളെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. പ്ലാൻ 189. 189 രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത് 21 ദിവസമാണ്. 21 ദിവസവും നമുക്ക് അൺലിമിറ്റഡ് കോൾസ് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ആകെ നമുക്ക് ലഭിക്കുന്നത് 1 GB ഡേറ്റ മാത്രമാണ്. ആകെ നമുക്ക് 300 SMS ആണ് ലഭിക്കുന്നത്. പെർ ഡേ അല്ല, നമുക്ക് 21 ദിവസം കൂടി നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി കിട്ടുന്നത് ആകെ 1 GB ഡേറ്റ മാത്രമാണ്. പ്ലാൻ 199. 199 രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത് 28 ദിവസമാണ്. 28 ദിവസവും നമുക്ക് അൺലിമിറ്റഡ് കോളുകൾ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ആകെ നമുക്ക് 2 GB ഡേറ്റയാണ് ലഭിക്കുന്നത്. 28 ദിവസത്തേനും കൂടി നമുക്ക് ആകെ 2 GB ഡേറ്റ മാത്രമാണ് ലഭിക്കുന്നത്. 300 SMS ഈ ഒരു പ്ലാനിനൊപ്പം വരുന്നത്. 200 രൂപയിൽ താഴെയുള്ള VIയുടെ അൺലിമിറ്റഡ് പ്ലാനുകളെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. പ്ലാൻ 155. 155 രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത് 20 ദിവസമാണ്. 20 ദിവസവും നമുക്ക് അൺലിമിറ്റഡ് കോളുകൾ ലഭിക്കും. ആകെ നമുക്ക് ലഭിക്കുന്നത് 1 GB ഡേറ്റയാണ്. ആകെ നമുക്ക് 300 SMS മാത്രമാണ് ലഭിക്കുന്നത്. അടുത്തായിട്ട് നോക്കുന്ന പ്ലാൻ 179. 179 രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത് 24 ദിവസമാണ്. 24 ദിവസവും നമുക്ക് അൺലിമിറ്റഡ് കോൾസ് ലഭിക്കും. ആകെ നമുക്ക് ലഭിക്കുന്നത് 1 GB ഡേറ്റയാണ്. ആകെ നമുക്ക് 300 SMS മാത്രമാണ് ലഭിക്കുന്നത്. പ്ലാൻ 189. 189 രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത് 26 ദിവസമാണ്. 26 ദിവസവും നമുക്ക് അൺലിമിറ്റഡ് കോൾസ് ലഭിക്കും. ആകെ നമുക്ക് ലഭിക്കുന്നത് 1 GB ഡേറ്റയാണ്. ആകെ നമുക്ക് 300 SMS മാത്രമാണ് ലഭിക്കുന്നത്. പ്ലാൻ 199. 199 രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത് 28 ദിവസമാണ്. 28 ദിവസവും നമുക്ക് അൺലിമിറ്റഡ് കോൾസ് ലഭിക്കും. ആകെ നമുക്ക് 2 GB ഡേറ്റയാണ് ലഭിക്കുന്നത്. 200 രൂപയിൽ താഴെയുള്ള BSNLൻ്റെ അൺലിമിറ്റഡ് പ്ലാനുകളെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് പ്ലാൻ 147 പറ്റി നോക്കാം. 147 രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത് 25 ദിവസമാണ്. 25 ദിവസവും നമുക്ക് അൺലിമിറ്റഡ് കോൾസ് ലഭിക്കും. ആകെ 25 ദിവസത്തേനും കൂടി നമുക്ക് 10 GB ഡേറ്റയാണ് ലഭിക്കുന്നത്. പ്രതിദിന ലിമിറ്റുകളില്ല, പക്ഷേ നമുക്ക് ആകെ ലഭിക്കുന്നത് 10 GB ഡേറ്റയാണ്. ഈ ഒരു പ്ലാനിനൊപ്പം SMS-ൻ്റെ സൗകര്യം വരുന്നില്ല. അടുത്തായിട്ട് നമുക്ക് പ്ലാൻ 153 പറ്റി നോക്കാം. 153 രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത് 25 ദിവസമാണ്. 25 ദിവസവും നമുക്ക് അൺലിമിറ്റഡ് കോളുകൾ ലഭിക്കും. ഓരോ ദിവസവും നമുക്ക് 1 GB ഡേറ്റ വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. എല്ലാ ദിവസവും 100 SMS വെച്ചും ലഭിക്കും. അടുത്തായിട്ട് നമുക്ക് നമ്മൾ പ്ലാൻ 199 പറ്റിയാണ്. 199 രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത് 28 ദിവസമാണ്. 28 ദിവസവും നമുക്ക് അൺലിമിറ്റഡ് കോളുകൾ ലഭിക്കും. ഓരോ ദിവസവും നമുക്ക് 2 GB ഡേറ്റ വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഓരോ ദിവസവും 100 SMS വെച്ചും നമുക്ക് ലഭിക്കുന്നുണ്ട്. നമുക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ അൺലിമിറ്റഡ് പ്ലാനുകൾ ഉപയോഗിക്കാൻ പറ്റുന്ന BSNL-ലാണ്. മറ്റുള്ള നെറ്റ്വർക്കിനേക്കാളും ഏതാണ്ട് പകുതി നിരക്കിൽ തന്നെ നമുക്ക് ഈ പ്ലാനുകൾ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യമുണ്ട്, 200 രൂപയിൽ താഴെ അൺലിമിറ്റഡ് 5G പാക്ക് വരുന്നത് ജിയോയ്ക്ക് മാത്രമാണ്.